ചീകി വൃത്തിയാക്കി ഇരിക്കാം എന്നൊക്കെയുള്ള നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിൽ നിന്ന് മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എഫേർട്ട്. നമ്മൾ ചേച്ചി പലപ്പോഴും ഒരുങ്ങുന്നതിനും കണ്ണെഴുതുന്നതിനും പൊട്ടുവരുന്നതിനും പൗഡർ ഇടുന്നതിനും ഒക്കെ ഒരുപാട് മുൻഗണന കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പോർഷനെങ്കിലും ചേച്ചിയുടെ ശുചിത്വപരമായ, അതായത് ബെഡ് മടക്കി വെക്കുക മുതൽ ഈവൻ മുടി ചീകുന്നതും ഒതുക്കി കെട്ടുന്നതും കിച്ചണിൽ വരുമ്പം അത് ഒതുക്കി കെട്ടിയിട്ട് വരിക എന്നൊക്കെ ഉള്ളത് ബേസിക്കായിട്ട് ചേച്ചി അറിഞ്ഞു കണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശുചിത്വമുള്ള ഒരു മീൻസ് ശുചിത്വം കുറവെന്നല്ല, കമ്പാരിറ്റീവ്ലി കുറവെന്ന് പറഞ്ഞത് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. സോ എന്നെ സംബന്ധിച്ച് ഇപ്പം ബിന്നി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ശുചിത്വം എന്ന് പറയുന്നത് എൻ്റെ സിറ്റുവേഷനെ ആശ്രയിച്ച് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഇപ്പം വ്യക്തിപരമായിട്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ സംസാരിക്കാം. ഞാൻ ഇവിടെ വരുന്നതിന് 1 മാസം മുന്നെയാണ് ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിരുന്നപ്പോൾ എനിക്ക് ഈ ചെറിയ ചീപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യുമ്പോൾ തന്നെ ഈ ചെറിയ എക്സ്റ്റൻഷൻ്റെ സാധനങ്ങൾ, അതായത് ഈ ഒരു കട്ട പോലത്തെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ഊരി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ കണ്ടസ്റ്റൻ്റ് അനിമോൾ ഓടി വന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് എൻ്റെ ഇങ്ങനെ എടുത്തിട്ട് തന്നിട്ട്, അപ്പം എൻ്റെ വിചാരം ഞാനിപ്പോൾ ശൈത്യ എന്ന് പറയുന്ന നമ്മുടെ കണ്ടസ്റ്റൻറ്റിനോട് ഞാൻ പറയുകയും ചെയ്ത്, എടി എൻ്റെ എക്സ്റ്റൻഷൻ എല്ലാം താഴെ വീഴുന്നുണ്ട്, ഇങ്ങനെ കുഞ്ഞായിട്ട് താഴെ വീഴുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് പേൻ പോലാണ് ഇരിക്കുന്നത്, സത്യമാണ് എന്ന് ഞാൻ ശൈത്യ എന്ന് പറഞ്ഞു. അപ്പോൾ ശൈത്യ പറഞ്ഞു ശരിയാണ് ചേച്ചി, ഇങ്ങനെ ഇളകി പൊക്കോണ്ടിരിക്കുകയാണ്, എന്താണെന്ന് അറിയത്തില്ല. കാരണം ഞാനപ്പോൾ അപ്പോഴും പറഞ്ഞത് എൻ്റെ വലിയ ചീപ്പ്, നല്ല കോമ്പ്, വലിയ അകന്ന ഉള്ള കോമ്പ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്നായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ വലിച്ച് ചീകുമ്പോഴാണ് ഇത് പോകുന്നത്. അപ്പോൾ അതൊന്നും എൻ്റെ ഒരു സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് പറ്റിപ്പോയതാണ്. ആ ചീകുന്നതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആ ചീപ്പ്, എൻ്റെ വലിയ ചീപ്പ് എൻ്റെ കയ്യിലില്ല. അതായത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞു, അതിൻ്റെ അഗേൻസ്റ്റാണ് ഞാൻ പറയുന്നത്. ആ വലിയ ചീപ്പ് ഇല്ലാത്തത് കൊണ്ട്, അതായത് പല്ലകന്ന ചീപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചീകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ താഴോട്ട് വരുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യക്തി ശുചിത്വം. നമ്മളെല്ലാം വീട്ടമ്മമാരാണ്, ഞാനും ഒരു സാധാരണ വീട്ടമ്മയാണ്. നമ്മൾ എന്തായാലും ഇങ്ങനെ എല്ലാവരും ഇവിടെയുള്ള കണ്ടസ് ഇങ്ങനെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണത്. പക്ഷേ കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും മുന്നിൽ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് അനുമോൾ പറഞ്ഞ് ശരിയാ കുളിക്കത്തില്ല, ഞാൻ രാവിലെ എന്നും ദേഹം കുളിക്കുന്നുണ്ട്, അത് കാണിച്ചോണ്ടല്ല. കുളിയൊക്കെ നമ്മുടെ സിറ്റുവേഷൻ, നമുക്ക് വെള്ളമില്ലെങ്കിൽ നമ്മൾ കുളിക്കാതെ കുറച്ച് നേരം നിന്നേ പറ്റത്തുള്ളൂ. വെള്ളം വരുന്നതോടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കുളം ഉണ്ടെന്ന് വെച്ചോ, നമ്മൾ കുളത്തിൽ ചാടാൻ അറിയാത്തവർ എന്തോ ചെയ്യും, നമ്മൾ വെള്ളം വരുന്നതോടെ വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം. സാഹചര്യത്തെ ആശ്രയിച്ച് തന്നെയാണ് ഈ വൃത്തി നോക്കുന്നത്. എന്നോട് മാറ്റി